ഹായ്, ദിസ് ഇസ് റെനി ഫ്രം റെനീസ് ബ്യൂട്ടിഫുൾ വേൾഡ്. അങ്ങനെ ഈ ദിവസം നമ്മൾ വന്നിരിക്കുന്ന വിഷു സ്പെഷ്യൽ ആയിട്ടാണ്. കണിക്കൊന്നയുടെയും സമ്പൽ സമൃദ്ധിയും മറ്റൊരു വിഷു കൂടെ അതാ വരവായി 2025. അപ്പം ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ആരാന്ന് പറയട്ടെ, ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അത് മറ്റാരുമല്ല, എൻ്റെ ഹസ്ബൻഡാണ് ജോജോ. ഓക്കെ, അപ്പം ജോജായ വിഷുവിനെ കുറിച്ച് പറയുമ്പോൾ ജോജാൻ എന്നാ പറയാനുള്ളത്? എന്ത് ഓർമ്മയുള്ളത്? വിഷുവിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ ചെറുപ്പം മുതൽ ഹിന്ദുസിന്റെ കൂട്ടത്തിൽ വളരെ വളരെ ക്ലോസ് ഫ്രണ്ട്സും ഞങ്ങളുടെ നെയ്ബേഴ്സും എല്ലാം ഹിന്ദുക്കളായിരുന്നു. അപ്പോൾ ഇവരുടെ വിഷുക്കണി വെക്കലും വിഷുക്കൈ നീട്ടം വാങ്ങലും ഒക്കെ കണ്ടിട്ടാണ് നമ്മൾ പറഞ്ഞത്. മെയിനായിട്ട് നമുക്ക് കയ്യിൽ നിന്ന് കിട്ടുന്ന വിഷുക്കൈ നീട്ടം, അതാണ് നമ്മുടെ മെയിൻ സന്തോഷം. എനിക്കിഷ്ടം കുട്ടിക്കാലത്തിന് വിഷു കഴിഞ്ഞിട്ടെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സന്തോഷമല്ലേ. അപ്പം ഇതിൽ ഒത്തിരി ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. മെയിനായിട്ട് പറയുന്നത് വിഷുവിന് നമ്മൾ നല്ലൊരു കണി കണ്ടു കഴിഞ്ഞാൽ ആ വർഷം മൊത്തം നമുക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടാവുന്ന പറയുന്നത്. മാത്രമല്ല, മലയാളികളുടെ ഒരു പുതുവത്സരം കൂടിയാണ്, അല്ലെങ്കിൽ ഒരു ന്യൂ ഇയറും കൂടിയാണ് ഈ വിഷു എന്ന് പറയുന്നത്. ഇവിടെ പറയുകയാണെങ്കിൽ സ്പ്രിംഗ് സീസണിന്റെ ഒരു വരവും എല്ലാം അറിയിക്കുന്നതാണ്. അതാണ് ഫുള്ള് മഞ്ഞപ്പും, അതാണ് ഈ വിഷു എന്ന് പറയുന്നത്. അപ്പം ഈ 2025 വിഷുവിന് നിങ്ങൾക്ക് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഹാപ്പി വിഷു. വിഷുവിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് കണി കാണൽ. കണി കാണാനായിട്ട് നമ്മുടെ ഫേസ് കണ്ണു പൊത്തിക്കൊണ്ടാണ് കൊണ്ടുവരിക. എന്നിട്ട് കണിയുടെ മുമ്പിൽ വെച്ച് നമ്മളെ തുറന്ന് നമ്മൾ നേരെ കാണുന്ന, രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് ആശ്ചര്യപൂർണ്ണമായ ആ കണി, കൊന്നപ്പൂവും ഐശ്വര്യവും എല്ലാം നിറഞ്ഞ കണി കണ്ടാണെങ്കിൽ ആ ഒരു വർഷം മൊത്തം നമുക്ക് നല്ലതാണെന്നാണ് പറയുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത, നമുക്ക് പുതിയ വിഷുക്കൈ നീട്ടവും വിഷുക്കോടിയും കിട്ടും. അത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമല്ലേ. അതാണ് അടുത്തത്. സംഗീതം ഇല്ലെങ്കിൽ എന്തുവാ ഉള്ളത്? അപ്പം നമുക്കൊരു സംഗീതം കൂടെ ആസ്വദിക്കാം അല്ലേ?